ആദ്യമേ തന്നെ ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. ദൈവകൃപയാൽ സെന്റ് തോമസ് ഓർത്തഡോക്സ് കത്തീഡ്രൽ യൂണിയൻ പ്രസ്ഥാനത്തിന്റെ ഇന്നത്തെ മീറ്റിംഗ് ജോബ്സിലിന്റെ ക്ലാസ്സിനായിട്ട് മാറ്റിവെച്ചിരിക്കുന്നു. ഇന്നത്തെ നമ്മുടെ ക്ലാസിന്റെ പ്രധാന വിഷയം എന്ന് പറയുന്നത് ന്യൂ ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് കരിയർ ഡെവലപ്മെന്റ് എന്നുള്ളതാണ്. ഇന്നത്തെ ക്ലാസ്സിന് നേതൃത്വം നൽകുന്നത് കനേഡിയൻ യൂണിവേഴ്സിറ്റി ദുബായിയുടെ HR ഹെഡ് ആയിരിക്കുന്ന ഡോക്ടർ അബ്രഹാം കുര്യനാണ്. ദുബായ് യൂണിയൻ പ്രസ്ഥാനം ജോബ്സിലിന്റെ പ്രവർത്തനങ്ങൾ വളരെ ശ്ലാഘനീയമായ രീതിയിൽ പ്രവർത്തിക്കുന്നു. ഇതിന് സപ്പോർട്ടീവായി ഒട്ടേറെ മെമ്പേഴ്സ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് ഇതൊരു നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നത്. ദുബായ് യൂണിയൻ പ്രസ്ഥാനം അതിന്റെ ജൂബിലി ഇയറിലേക്ക് കടക്കുമ്പോൾ ജോബ്സിലിന്റെ പ്രവർത്തനങ്ങളിൽ വളരെയധികം മെമ്പേഴ്സിന് പ്രയോജനമുള്ളവരായി തീരുന്നു. ഒരു ചെറിയ ബ്രീഫ് ഈ ഒരു ജോബ്സിലിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ, നമ്മുടെ ഇടവക മെമ്പേഴ്സിൽ നിന്നും അവരുടെ കോണ്ടാക്റ്റിൽ നിന്നുള്ള മറ്റുള്ളവരിൽ നിന്നും വേക്കൻസികൾ സ്വീകരിച്ച് അത് നമ്മുടെ ജോബ്സിലിന്റെ വാട്സപ്പ് ഗ്രൂപ്പിലൂടെ സർക്കുലേറ്റ് ചെയ്ത് അതിൽ നിന്ന് ലഭിക്കുന്ന CV-കൾ നമ്മൾ അവർക്ക് അയച്ചു കൊടുക്കുകയും അങ്ങനെയുള്ള ഒരു സെലക്ഷൻ പ്രൊസീജിയറാണ് ഈ ഒരു ജോബ്സിലിന്റെ പ്രവർത്തനവുമായിട്ട് മുന്നോട്ട് പോകുന്നത്. അതിലുപരിയായി ജോബ്സിലിന്റെ ജോബ് സീക്കേഴ്സിന് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകാൻ, അതായത് വിസ സംബന്ധമായും ലേബർ സംബന്ധമായും അവരുടെ CV പ്രിപ്പറേഷന്റെ രീതി എങ്ങനെയാണ് എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു വിശദമായ വിവരണവും അവരെ കോണ്ടാക്ട് ചെയ്യുമ്പോഴുള്ള സപ്പോർട്ടും ഇതിനോടനുബന്ധിച്ച് നൽകുന്നു. ഓരോ വർഷങ്ങളിലും ദുബായ് യൂണിയൻ പ്രസ്ഥാനത്തിലൂടെ 50-ലധികം മെമ്പേഴ്സിന് ജോബ് സ്വീകരിക്കുന്നു. അതിൽ ഉപരിയായിട്ട് ഒട്ടേറെ മെമ്പേഴ്സ് നമ്മുടെ ജോബ്സിൽ നിന്നും നമ്മൾ അറിയപ്പെടുന്ന മറ്റുള്ള മെമ്പേഴ്സും അതിനകത്ത് ഇന്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യുന്നു. ലഭിക്കുന്ന ഓരോ CV-യും അതിന്റെ പ്രാധാന്യത്തോടുകൂടി തന്നെ സ്വീകരിച്ച് അത് എംപ്ലോയർക്ക് അല്ലെങ്കിൽ ജോബ് പ്രൊവൈഡേഴ്സ് നൽകുന്ന ഒരു വലിയ സർവീസാണ് ഇതിലൂടെ ദുബായ് യൂണിയൻ പ്രസ്ഥാനം ചെയ്യുന്നത്. അത് കാലാകാലങ്ങളിൽ അതിന്റെ നേതൃത്വം വഹിക്കുന്ന വൈസ് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, സെക്രട്ടറി, ഓഫീസ് ബിയേഴ്സ്, കമ്മിറ്റി മെമ്പേഴ്സിന് അതിനൊരു പ്രത്യേക പരിഗണന നൽകിക്കൊണ്ട് ഈ ജോബ്സിന്റെ പ്രവർത്തനങ്ങളെ മുന്നോട്ട് നയിക്കുന്നു. തീർച്ചയായിട്ടും നമ്മുടെ ഇന്നത്തെ മീറ്റിങ്ങിന് ഒരു പ്രത്യേകതയുണ്ട്. നമ്മുടെ മീറ്റിംഗ് ജൂബിലിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു ജോബ്സിലിന്റെ മീറ്റിംഗ് കൂടിയാണ്. നമുക്ക് വികാരിയായിട്ട് നമ്മുടെ പ്രസിഡന്റ് അച്ഛൻ ബഹുമാനപ്പെട്ട ബിനീഷ് ബാബു അച്ഛനാണ് ഇന്നത്തെ മീറ്റിംഗിന്റെ അധ്യക്ഷത വഹിക്കുന്നത്. ഈ ജോബ്സിലിന്റെ എല്ലാവിധമായ പ്രവർത്തനങ്ങൾക്കും വളരെ നല്ല ഒത്താശ നൽകുന്ന അദ്ദേഹത്തെ വളരെ ബഹുമാന പരസ്പരം ഈ ഒരു മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി സ്വാഗതം ചെയ്യാനുള്ളത് ഡോക്ടർ അബ്രഹാം കുര്യൻ. അദ്ദേഹമാണ് ഇന്നത്തെ ക്ലാസ്സിന് നേതൃത്വം നൽകുന്നത്. ഡോക്ടർ അബ്രഹാം കുര്യൻ ഈസ് എ ഡൈനാമിക് HR പ്രൊഫഷണൽ വിത്ത് 18 years of progressive experience with international human resource management, along with associated areas of management, mentoring and leadership initiatives. ഡോക്ടർ അബ്രഹാം കുര്യൻ ഇപ്പോൾ കനേഡിയൻ യൂണിവേഴ്സിറ്റി ദുബായിയുടെ HR മാനേജറായി സേവനം ചെയ്യുന്നു. അദ്ദേഹം ഡോക്ടറേറ്റ് നേടിയതിനോടൊപ്പം UK യൂണിവേഴ്സിറ്റിയിൽ നിന്നും CIPD-യും IIM ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് അഹമ്മദാബാദിൽ നിന്നും കോഴ്സും ചെയ്തിട്ടുണ്ട്. വളരെ സന്തോഷപൂർവ്വം അദ്ദേഹത്തെ ഇന്നത്തെ സെക്ഷനായി പ്രത്യേകമായി സ്വാഗതം ചെയ്യുന്നു. കൂടാതെ ഈ മീറ്റിംഗിൽ ചേർന്നിട്ടുള്ള ഇടവ മെമ്പേഴ്സ്, യൂണിയൻ പ്രസ്ഥാന മെമ്പേഴ്സ്, സോണൽ നിന്നുള്ള എത്തിയിട്ടുള്ള മെമ്പേഴ്സ്, ദുബായിയുടെ വിവിധ മേഖലകളിൽ ജോലി അന്വേഷിക്കുന്ന ഉള്ള മെമ്പേഴ്സ്, ഈ മീറ്റിംഗിൽ ചേർന്നവർ എല്ലാവരെയും ഒറ്റ വാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ കടമയിൽ നിന്ന് വിരമിക്കുന്നു. താങ്ക് യു മിസ്റ്റർ ജോൺ കുട്ടി. അധ്യക്ഷ പ്രസംഗത്തിനായി ഇടവ വികാരിയും പ്രസ്ഥാന പ്രസിഡന്റുമായിരിക്കുന്ന റവറൻഡ് ഫാദർ ബിനീഷ് ബാബു അച്ഛനെ ക്ഷണിച്ചോളൂ. ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഇന്നത്തെ അതിഥി ബഹുമാനപ്പെട്ട ഡോക്ടർ എബ്രഹാം കുര്യൻ, ഇടവകയുടെ ഓഫീസ് ബേസ്, ഇടവകയുടെ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളെ, യുവജന പ്രസ്ഥാനത്തിന്റെ ഓഫീസ് ബേസ്, യുവജന പ്രസ്ഥാനത്തിന്റെ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളെ, ഇന്നത്തെ ക്ലാസ് വലിയ വ്യത്യസ്തമായും പ്രയോജനകരമായുള്ള ക്ലാസ് ആണ് ഇന്ന് യുവജന പ്രസ്ഥാനം ക്രമീകരിച്ചിരിക്കുന്നത്. കാരണം വ്യത്യസ്തമായും പ്രയോജനകരമായുള്ള ക്ലാസ് പറയാൻ കാരണം, സാധാരണ ഇതുവരെ കേട്ടിട്ടുള്ള ക്ലാസ്സുകളെല്ലാം ഓരോ വിഷയത്തെ കുറിച്ചാണ്, പ്രത്യേകിച്ച് പിതാക്കന്മാരുടെ അനുസ്മരണമൊക്കെയാണ്. എന്നാൽ ഇത് നമുക്ക് ആവശ്യമുള്ളതും പ്രയോജനമുള്ളതുമാണ്. എന്ന് പറയുമ്പോൾ ഇന്നത്തെ ഒരു അവസ്ഥയിൽ, സാഹചര്യത്തിൽ ജോലി ആവശ്യമാണ്. ജോലി ഇല്ല എങ്കിൽ നമുക്ക് ഭൂമിയിൽ ജീവിക്കുവാൻ
പ്രയാസമാണ്. പ്രത്യേകിച്ച് കുടുംബജീവിതം നയിക്കുമ്പോഴൊക്കെ എല്ലാം നമുക്ക് നടത്തണമെങ്കിൽ നമുക്ക് ജോലി വേണം, ജോലിയിൽ നിന്ന് കിട്ടുന്ന ശമ്പളം ഉണ്ടാകണം, ആ ശമ്പളത്തിൽ നിന്ന് നമ്മുടെ കുടുംബജീവിതവും നമ്മുടെ മറ്റുള്ള കാര്യങ്ങളെല്ലാം നടത്തുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു ക്ലാസ് ഇവിടെ ക്രമീകരിച്ചത് യുവജന പ്രസ്ഥാനത്തെ തന്നെ അഭിനന്ദിക്കുകയാണ്. പ്രത്യേകിച്ച് യുവജന പ്രസ്ഥാനം ജോബ് സെല്ലിന്റെ ഒരു പ്രവർത്തനം ചെയ്യുന്നുണ്ട്. ഇവിടെ പറഞ്ഞതുപോലെ ധാരാളം ആളുകൾക്ക് ഈ ജോബ് സെല്ലിലൂടെ വലിയ പ്രയോജനം ഉണ്ടായി, അവർക്ക് ജോലി കിട്ടി, ഇന്ന് ജോലി ചെയ്യുകയാണ്. ഇത് വലിയൊരു സേവനം തന്നെയാണ്. യുവജന പ്രസ്ഥാനത്തിന്റെ ആരാധന പഠനം സേവനത്തിന്റെ ഭാഗമായി ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നു എന്നാണ്. ഇന്നത്തെ വേദഭാഗത്തിലും കർത്താവ് അവിടെ പറയുന്ന അവസാനം ഒരു വാക്ക് പറയുന്നുണ്ട്. എൻ്റെ നാമത്തിൽ ചെറിയ ഒരു പാത്രം വെള്ളം കൊടുക്കുന്നവന് അവന് പ്രതിഫലം ഒരിക്കലും നഷ്ടമാകുകയില്ല എന്ന് പറയുന്നുണ്ട്. ഇത് അതിഥി സൽക്കാരത്തെക്കുറിച്ച് മാത്രമല്ല, നമ്മുടെ ശുശ്രൂഷയെക്കുറിച്ചും കൂടെയാണ് പറയുന്നത്. നമ്മളായിരിക്കുന്നതും നമ്മൾ ചെയ്യുന്ന ശുശ്രൂഷയുമെല്ലാം അവിടുന്ന് ഒരു പക്ഷെ നമുക്കിവിടെ പ്രതിഫലം നൽകുകയില്ല, പക്ഷെ തമ്പുരാൻ സ്വർഗത്തിൽ അവിടുന്ന് നൽകുന്നു. അതുകൊണ്ട് നമ്മളായിരിക്കുന്ന സ്ഥലത്ത് ഇപ്പം യുവജന പ്രസ്ഥാനം ഇങ്ങനെ ഒരു പ്രവർത്തനം ചെയ്യുന്നത് കൊണ്ട് ഒരു കുടുംബം ജീവിക്കുന്നില്ലേ, ഒരു കുടുംബം രക്ഷപ്പെടുന്നില്ലേ, അത് ചിന്തിക്കുക. അതാണ് നമുക്ക് എനിക്കിനെ കൊണ്ട് എന്തെങ്കിലും ചെയ്യുവാൻ സാധിക്കുമോ, അത് ഒരു വ്യക്തിക്ക് വേണ്ടിയോ ഒരു കുടുംബത്തിന് വേണ്ടിയോ ഒരു സമൂഹത്തിന് വേണ്ടിയോ, അത് ആ സമൂഹം അത് രക്ഷപ്പെടും. ഇതാണ് വലിയ നമ്മുടെ കർത്താവ് പഠിപ്പിച്ച വലിയ ഒരു കാര്യം. എൻ്റെ നാമത്തില് ഒരു തുള്ളി വെള്ളം അല്ലെങ്കിൽ ഒരു പാത്രം വെള്ളം നിങ്ങൾ കൊടുത്താൽ അത് ദൈവം നൽകും. അതിഥി സൽക്കാരത്ത് മാത്രമല്ല, നമ്മൾ ചെയ്യുന്ന ഓരോ ശുശ്രൂഷകളാണ്. ഞാൻ ഒരാവശ്യം ഇപ്പം ജോലി ചെയ്ത് തന്നാൽ ഇവിടെ ഇരിക്കുന്ന ഇത്രയും പേര് യുവജന പ്രസ്ഥാനത്തിന്റെ അംഗങ്ങൾ ഇത്രയും സേവനത്തിന്റെ ഭാഗമായി ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷെ അവർക്ക് ഇന്ന് ലഭിച്ചിരിക്കുന്നത് ആ ദൈവത്തിന്റെ ആ കൃപയിൽ കൂടി അവരുടെ പ്രവർത്തനത്തിന്റെ അധ്വാനത്തിന്റെ ഫലമാണ് ദൈവം നൽകിയത്. അത് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ എല്ലാവർക്കും ഞാൻ ഒക്കെ ചെയ്തു കൊടുക്കുമ്പോൾ ദൈവം അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയിലൂടെ എനിക്ക് നൽകിയിരിക്കുന്ന എല്ലാം അനുഗ്രഹങ്ങളാണ്. അതുകൊണ്ട് ജീവൻ ഉള്ളിടത്തോളം എന്നെ കൊണ്ട് പറ്റുന്നത് നമ്മൾ ചെയ്യുക. പ്രത്യേകിച്ച് ഡോക്ടർ എബ്രഹാം കുര്യനെ പ്രത്യേകം സ്വാഗതം ചെയ്യുമെങ്കിലും വലിയൊരു സന്തോഷം തന്നെയാണ്. ഇവിടെ സമയം കണ്ടെത്തി ഞങ്ങൾക്ക് വേണ്ടി വന്നു. പ്രത്യേകിച്ച് ഇപ്പം ഞാൻ നോക്കുന്നു 100-ൽ കൂടെ ആളുകളുണ്ട് നമ്മുടെ ഈ മീറ്റിങ്ങിൽ. സാധാരണ 50 പേരോ 60 പേരോ ആയിരുന്നു മാക്സിമം. കാരണം അങ്ങനെ ഒരു വ്യത്യസ്തമായ ഒരു ക്ലാസ്സും പ്രയോജനകരമായ ഒരു ക്ലാസ്സും ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ ജനങ്ങൾ വന്നത്. ഡോക്ടറിൽ നിന്ന് കേൾക്കാൻ വേണ്ടി തന്നെയാണ്. ഇന്നത്തെ ഒരു അവസ്ഥയിൽ സാഹചര്യത്തിൽ ഈ ഒരു ക്ലാസ് ആവശ്യം തന്നെയാണ്. ഇതിന്റെ എത്ര നേരം എടുത്താൽ പോലും മതിയാവുകയില്ല എന്നൊക്കെ മനസ്സിലാക്കുന്നത്. പക്ഷെ അതനുസരിച്ച് നമുക്ക് പ്രയോജനകരമായി തീരണം. സാറും ഈ നമുക്ക് വേണ്ടി സമയം കണ്ടെത്തി കൊണ്ടുവന്നതിൽ പ്രത്യേകം സന്തോഷം അറിയിക്കുന്നു. എല്ലാവരെയും ഒരിക്കൽ കൂടി ദൈവനാമത്തിൽ എല്ലാം സന്തോഷം അറിയിക്കുന്നു. വീണ്ടും ഇത് ചെയ്യുവാനും ഇങ്ങനെ പോലെ പ്രവർത്തിക്കുവാൻ ദൈവം നമുക്ക് അവിടുന്ന് അവസരം നൽകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകളിൽ നിന്ന് പിന്മാറുന്നു. നന്ദി ബഹുമാനപ്പെട്ട അച്ഛ. തീർച്ചയായും ഉന്നത വിദ്യാഭ്യാസം നേടി എന്നതുകൊണ്ട് മാത്രം ഒരു നല്ല ജോലിയിലേക്കോ ഒരു നല്ല കരിയർ ബിൽഡ് ചെയ്യുവാനോ നമുക്ക് സാധിക്കണം എന്നില്ല. നമ്മൾ നേടിയ അറിവ് ഏത് വിധത്തിൽ ഉപയോഗിക്കുന്നു, ഈ മത്സരം നിറഞ്ഞ ഈ ലോകത്ത് ആ മത്സരത്തിനൊത്ത് കിടപിടിക്കുന്ന ഒരു വ്യക്തിത്വമായി മാറിയെങ്കിൽ മാത്രമേ നമ്മൾ ആഗ്രഹിക്കുന്ന വിധത്തിൽ നമ്മൾക്ക് ഉന്നത പദങ്ങളിൽ എത്തിച്ചേരുവാൻ സാധിക്കുകയുള്ളൂ. തീർച്ചയായും ദുബായ് യുവജന പ്രസ്ഥാനം ആരാധന, പഠനം, സേവനം എന്ന ആപ്തവാക്യങ്ങൾ അധിഷ്ഠിതമായി പ്രവർത്തിക്കുമ്പോൾ അതിന്റെ സേവനം എന്ന നിലയിൽ ഒരു ആൾക്ക് ഒരു ദിവസത്തേക്കുള്ള ഭക്ഷണം കൊടുത്തുകൊണ്ട് ഒരു ചാരിറ്റി ചെയ്തു കഴിഞ്ഞാൽ അത് ഒരു ദിവസം മാത്രമായിട്ട് മാറിപ്പോകും. എന്നാൽ ആ വ്യക്തിക്ക് ഒരു ജീവിത മാർഗം കണ്ടുപിടിക്കുവാൻ തക്കവണ്ണം അവനെ ഒരുക്കിയാൽ അത് അവന്റെ ആയുഷ്കാലം മുഴുവനും തുടർന്നും മറ്റുള്ളവർക്കും അത് പ്രയോജനമായി തീരുമെന്നുള്ള ഉത്തമ വിശ്വാസത്തോടു കൂടിയാണ് ഇത്തരം ഒരു ക്ലാസ് സംഘടിപ്പിക്കുവാൻ തക്കവണ്ണം പ്രസ്ഥാനം എല്ലാ കാലത്തും ശ്രമിച്ചിട്ടുള്ളത്. ആ വിധത്തില് ഇന്ന് ക്ലാസ് നയിക്കുവാൻ തക്കവണ്ണം നമുക്ക് ലഭിച്ചിരിക്കുന്നത് ഏറ്റവും അനുയോജ്യനായ വ്യക്തിയാണെന്നുള്ളതിൽ വളരെ സന്തോഷമുണ്ട്. ഏറ്റവും സ്നേഹവാദരോടെ ഡോക്ടർ എബ്രഹാം കുര്യനെ ഈ ക്ലാസ് നയിക്കുവാൻ തക്കവണ്ണം ക്ഷണിച്ചുകൊള്ളുന്നു. Hello everyone, praise God. Devatana Stotram. In the voice kekamo ellarkum, everybody can hear my voice? Yes sir, yes, clear. All right, good. Nice to hear that. I just want to thank
Father Binish Babu and John Kuti and Mr. Kurian. Thank you for inviting me. I really appreciate, and for the wonderful and thoughtful words. എൻ്റെ മലയാളം അത്ര സ്ട്രോങ് അല്ല, പക്ഷെ I will try to manage. Okay. All right. So praise God. Devatana Stotram. I just want to tell you, start off with something before I move into the classes. So, like, this subject is very vital, very important, because I know there are so many of people are not having jobs. They're applying, but there is sometimes no reply. So, and they're applying, they're going for interviews, but there's no response. I've been there. So I know what is the pain when you are waiting for a job. I know the pain and I know the difficulty, when there's only debit and no credit in your account. Okay. Our stage I have been there. So that's something very important, and that's the reason I have come here. And this is why I've taken time, and when John Kutia told me that, can you speak about an opportunity for the people for looking for jobs, I was willing, because I know the pain and I know the difficulty. So I'm very grateful to all of you that you invited me here. I really appreciate. Thank you so much for that. Just moving into the classes. It's more of, let me share the video, what I can. Yeah. All right. To begin the classes, first of all, most important thing is, I would like to say one thing to all those who are applying for jobs. Don't give up, okay? Sometimes it might not look like Joli Verum. Maybe that job looks very nice. And it's possible that that job is the right job for you. But I'll tell you one thing, Devathanarya, God knows which job you will fit in, and how you will be a blessing to that job, and how you will be a blessing to your family by having that job. So God can open doors. If God opens doors, nobody can shut that door. Okay, that is one very important, vital information I want to tell you guys, that Devam oru vaadil thoranal adu orikkalum aarkkum adakkan parathilla. If God is for you, who can be against you? These are scripture verses which I'm quoting. Okay, so it's very important to vision your dream job. Okay, like how in the Old Testament Abraham visioned, and David and Joseph. If you look at all those characters in the Bible, if you look at it, you will see that all of them had a vision. So same way, I want each one of you who is applying for a job to vision your job. Okay, you should have in your heart. Okay, because that's where the seed of faith grows. Vishwas. When you know the dream job, your dream desire job, Devam, that small seed he will be able to open up and see and flame that faith. Okay, Vishwasam valaru, and you will definitely get into a job which of your heart desire. Okay, I will take you through my journey, how I reached here, and it's such a challenging moments in my life. Okay, just to give you some tips when you're making when you're actually making a CV. പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇതിനകത്തുനിന്ന് മനസ്സിലാക്കേണ്ട CV-നകത്ത്, it is not just ഒരു CV. And people say, okay, CV അയച്ചു തരാമോ? Don't just ഒരു CV ഉണ്ടാക്കിയിട്ട് don't just send അങ്ങനെ. Okay, എല്ലാ CV-യും ഒരു പ്രൊജക്റ്റാണ്. Okay, let me rephrase that. Every CV or for that particular job which you are sending it, okay, അതൊരു പ്രൊജക്റ്റ് ആയിട്ട് എടുക്കണം. അല്ലാതെ
don't just take one CV and എല്ലാ 10 പേർക്ക് അയച്ചു കൊടുക്കുക. Yeah, I think somebody is unmuted. So yeah, so very important things ഞാൻ പറയുന്നേ. Okay, so just keep your focus on this. When you are preparing a CV, most important thing is you have to get that targeted role. If you are applying for a procurement, your CV cannot look like an administration CV. അപ്പം അതിനകത്ത് പ്രൊക്യൂർമെന്റ് കാര്യങ്ങൾ എഴുതണം, പ്രൊക്യൂർമെന്റ് വാക്കുകൾ എഴുതണം, പ്രൊക്യൂർമെന്റ് ചിന്താഗതികൾ എഴുതണം. Okay, you cannot have a standard CV. Okay, so when you're particularly sending a job for an accountant, you can't mix it up with accounts and admin. You can't mix it up with a mixture of, a mixture of a lot of characters. You have to show a pattern. Okay, it's how you look at it. Maybe sometimes some people might say, okay, Abraham, ഞാൻ കുറച്ച് നാള് റിസപ്ഷൻ ചെയ്തു, കുറച്ച് നാള് ഞാൻ അക്കൗണ്ട് ചെയ്തു, കുറച്ച് നാള് ഞാൻ HR ചെയ്തു. So then how do I put for what job? Okay, all these three factors in our thumb, when you are applying for, now imagine you are applying for a accounts job, then you should have a pattern shown that you grew in that pattern. വളർന്നു, even if it is doing a reception job ആണെങ്കിൽ തന്നെ you are doing some Excel work there. Okay, അതിനെ പറ്റി emphasize ചെയ്യണം. Okay, so the targeted role has to be very specific. അങ്ങനെ general ആക്കല്ല. Avoid clutter. കുറെ information ആകുമ്പം people tend to forget what is he saying, അല്ലെങ്കിൽ what is she saying. Okay, so it's important, don't clutter with a lot of information, and your CV should look presentable. Okay, ഒരു research ചെയ്യുക അതിനെ പറ്റി. Okay, ഇപ്പോഴത്തെ latest what kind of pattern of or a design of CV is it, അങ്ങനെ പറ്റി കുറെ investigate ചെയ്യണം. Okay, and don't just get stuck to one CV. You should at least have 3-4 type of CVs, and that CVs should emphasize the targeted roles. Okay, angane you have to prepare. And second one is avoid clutter. Kore information adanathu pump cheyanda avashyamilla. It's some people say that, I have 6 pages in my CV. To be telling the truth, we don't have the patience, never had the patience to go through all those CVs and to see ആരൊക്കെയാ, എന്തൊക്കെ ചെയ്തേ. We will just go through 1 or 2 and then we'll realize that okay, this guy is not having much of a substance. So let's avoid that. That's very important to understand this at this stage. Okay, and then another thing is use keywords. When you are your CVs actually go through a process of something called an a tool. It's through a software. Most of the big companies does your CVs go through a software. They catch keywords. Okay, they catch keywords if you are particularly applying for a particular role. Our role apply our keywords നോക്കും. Okay, it changes from job to job. Okay, അപ്പം നമ്മള് അതുകൊണ്ട് ഞാൻ പറഞ്ഞേ, when you apply you should have 3-4 CVs. Okay, പല തരത്തിലുള്ള CV ആയിരിക്കണം, പല targeted roles എന്നുള്ള CV ആയിരിക്കണം. So when you apply for it, those keywords are important. You can Google it. If you're applying for a procurement, if you're applying for an HR, if you're applying for an accounts, if you're applying for an auditor, ഇതിനൊക്കെ ഓരോ keywords ഉണ്ടാവും. Okay, so find out those keywords. Find those keywords. Those keywords has to be there in your CV. Upon when it goes through this tool of this recruitment tool, they will catch those words and they will select your CV. Fourth one, being an achiever and not a doer. What do I mean by this? I am a doer is like this. When you say that I am responsible for a sales department. Okay,
most of us writes that, okay, he's a sales manager, so I am a doer, so I am responsible for that particular role. That is a doer. But that is not the what the key word is. So it is normal, responsible for this, Y, Z, other. Okay. The reason is we want to emphasize it. We have to look at it in a different way. You have to optimize it. Okay. Optimize. So when you say that word, like, responsible for the sales of the company, rather you could say this: optimize sales figure for the company by implementing new process. Okay. I'm going to use in the word sample. You are saying that you have optimized it, maximize the figure, sales figure to kuti the company ki vendi. Okay. And pudiya process kondu vannattu. So you are not just saying you are responsible, but you have also increased the sales figure. Otherwise, ella jobinum you have that keywords and the way you put it across. You look at a bottle of which is a half filled bottle. You can look at that and say that iniki pagadiye ullu aa bottle at the pagadiye ullu, isn't it? You can even look at it as, thank God I at least have half, and you can varnika anapatti, that's all about the CV. That's very important. And when you're preparing those your actual CVs, use numbers and statistics. It's the CEO, the COO, HR directors, HR, everybody, the head of the departments, they like to see that. They like to see numbers. Ettara progress kondu vannu, ettara sales cheyidu, ettara headcount idu cheyidu. It's all about numbers. Ee logam mottham, it's all about numbers actually. Alle? Even when we look at today COVID situations, we are talking about numbers. So it's important to put numbers. It's important to put statistics. Whatever you have done, doesn't matter. If you are a receptionist, you can say, I have handled 5,000 calls. Okay. If you're an accountant, you can talk about that, numbers. If you're an HR, you have handled 50,000 employees, 1,000 employees, 500 employees, doesn't matter. But should put the numbers. Put the numbers. Use the keywords. So this is something which is a tip of for the resumes, so your CV. Okay, I hope it's helpful. And so these 5 things you prepare it. You don't just do just one aspect of it, but look it as a project. Okay. Moving on to telling a story. Okay, when you go for interviews, so CV is the primary factor for selection of your interview. CV kandita aalkar vilikkunnu. Okay, CV kandittu parayam, okay, even kuഴപ്പമില്ലല്ലോ, so we'll call him, right? So then once you go for interview, okay, you might be really good with your CV, but interview nu poya shesham you cannot even talk about it. Kazhinju avada. You cannot share. Innale I was talking to somebody. I do a lot of interviews, so they cannot express. സംസാരിക്കാൻ പറ്റുന്നില്ല പുള്ളിക്ക് കുറെ നോളജ് ഉണ്ട്, പക്ഷെ പറയാൻ പറ്റുന്നില്ല ഞാൻ ഇത് ചെയ്തു അത് ചെയ്തു. ബിക്കോസ് ആ ഒരു 10-15 മിനിറ്റ് 20 മിനിറ്റിനുള്ളിൽ യു ഹാവ് ടു ടെൽ യുവർ സ്റ്റോറി. ഓക്കെ, അപ്പം ഒരു കഥയായിട്ട് മനസ്സിൽ കാണണം. In your brains, in your mind, in your heart, you should have that story written about you. Okay, I know this is something which is totally different from ever you have heard, but these will change your life. Okay, this will change your life. This will totally make you realize that, okay, let me try doing this way, and then you will see things will change. So when you're telling a story, first of all, you have to have that in your mind. ഞാൻ എന്തൊക്കെയാ സ്റ്റോറിനകത്ത് എഴുതണ്ടേ? Okay, there are a couple of things which you can write in a story. Your achievements, being a leader. So when you are going for interviews in Avaran, you don't have to write and read it or something. But when you go for interviews, and you have few things which you have to write. Your achievements. You have worked and you have achieved. Could be anything.
like where you have taken up initiatives, or a lead writer, you have come forward and you have made a change and you developed something. Achievements get you, okay, people recognized you, appreciated you for that. Okay, that should be there in your mind. Second is, you should have something in your mind of your challenges, where you found this was so impossible and you would have lost so many things, but you resolved it. Okay, and how that challenges you have actually taken up, and okay, so that is something which you have to write about. So challenges so your magnitude of your challenges could be small, big, it doesn't matter. But challenge you have to reflect. Okay, like and how you took over, and then you made this choices, you had A, B, C choices, and then based on your task and situation analysis, you made this decision. Okay, make that challenges look really challenging. You saved money. When you go for any company, that's one thing everybody wants to hear. Okay, that kind of consciousness is what they're looking for, where you save money. So you have to show that that there were scenarios like this, but because I made this kind of choices, I was able to save money. It could be anybody, even if it's a security guard. Okay, you did certain things and you saved money. You could be a office boy, okay, where he was supposed to order things, but you saw that next month onwards it's lockdown, so you didn't order it unnecessarily and you would have got lost or spoiled, things like that. It make that story, okay, your progress, very important. What did you do? And wait, okay, some people might ask you, last 1 year you didn't work, I think last 6 months you didn't work, what were you doing? I was applying. Wrong answer. Okay, you cannot do that, you cannot say that, apply. Okay, they want to know ever progress. Okay, last 6 months what were you doing? I was studying, I did this programming, I learned this language. Progress, you have to show progress. Even if it is a small thing. Okay, when I was without a job, I learned cooking. So something learning, I learned cooking. I make excellent butter chicken and paneer curry and all now. I never touched cooking before, but when I was jobless, that's something which I learned. So it's important. It doesn't matter what you learn, but you have to show progress. Human beings are supposed to show progress. We cannot, any children, okay, not growing. They are not doctor. We ask that questions. Same thing, career goes, your career life and your spiritual life. If you don't grow, it's a big danger thing. We have to continually grow. Okay, that's a lesson which I've learned. And when when you say a story, the story has to dazzle. Okay, and then I saved this money. I was a leader. I was able to exhibit this leadership. All these things should dazzle the person who's hearing it. Okay, the story should talk about how you worked as a team. Okay, that is very important. How you have actually made mistakes, and then how you learn from those mistakes. That is important. Sharing your experiences. And when you work, how you worked under pressure. A story when you worked under pressure and deadlines were there. We just ran into the contingency rooms and then you sorted out. You stood as a team, and you solved that issues. All this is very important. This is your journey. Our journey you should show. Okay, this is very important. Even as I say these things, okay, I might sound very I've been there, done that. I've done my PhDs. I've done my double masters. I've done CIPD. I've done a couple of studies. But I'll tell you a story about me. Okay, when I started off at the age of 3, I had this epilepsy, and
I had, for 15 years, I was having tablets, 15 years. And my marks, those who know about epilepsy, it's a difficult situation where they cannot remember, they will faint, they were on sedation most of the time, they happen avert and Tegretol, a lot of things. So that's my starting of my life. From there, if I could reach here, it's only because of Lord Jesus Christ. That's the only word I can say. And I give all glory to Lord Jesus Christ. Okay. I wanted to end my life at the age of 18 because I said there is no future for me. But that's where I have accepted Jesus as my Lord and Savior. Though I am a Christian, I was born into a Christian family, didn't have that faith. We go as a regular thing, but God is pleased when you display faith. Okay, like I said in the beginning of this session, that God is pleased only with the faith when you dream about your job, when you vision it, and when God sees that how much effort you put for the prayers and how much effort you do, take initiative, God will reward that. Okay, so I wanted to end my life. I wanted to suicide. That's when I came across Lord Jesus Christ. Somebody had told me about God. I said, okay, I will try Jesus. I've been reading a lot, but then I didn't believe in it. Somehow God blessed me with somebody to come and share about God's love. I accepted him as Jesus, as my personal savior. And I only told one prayer: Lord, if it is true that you are a real God, then heal me. Heal me from this situation. I don't want to live like this. I had something, not that day, just few days later on, I had something in me, transformed me, inside me, that faith arised. And I said, I am healed in Jesus' name. And I threw away all my tablets. I opened the window and just threw away. I spoke to my dad and mom. And they were so hyper about it. They were upset about it. They said, 15 years and you cannot stop all of us. You can reduce the dosage. I said, no, I'm healed, mommy. I'm healed, dad. And God honored it because of that faith. It's about faith. At the end of it, it's about faith. Even whether you're getting a job, whether you marrying the right person, whether you are fulfilling in the ministry, whatever you're doing for God, it's all about faith. At the end of it, if you look at the whole Bible, it's all about faith. So God honored it of my faith and was healed completely. I was restored. And from that day onwards, it was a different journey. I was able to remember things a lot. My education, my skill sets were improving. I can remember. And then it was a big journey. It was like, to reach somewhere, because I know 15 years I didn't do anything much, that way. So God has been very beautiful in my life. It was not easy and had so much of struggles, growing up days. Couldn't just order a class in just pass. That was who I was. So this story should glorify, your story should glorify God's glory. Okay, that is a lesson which all of you should understand. That even as pastor has said, the church priest has said, father has said that even oru velam oraku kodukkuvaanengil thanne, it's a metaphorically, he said that that is being rewarded, right? Same way, when you share your story and glorify God's glory, you will see there is reward. God will bless you. Okay, so that's very important lesson which I've learned and I want to share with you guys. There's another thing which I want to bring is this is job portals. So when you apply through certain job portals, there's a lot of job portals: LinkedIn, Naukri, MonsterGulf, and Indeed.com. These are good portals. There are so many portals. Okay, these are good portals which you can apply. These are more genuine. There are so many which is not genuine also. Chumma avade ee database kootanam avade, what do you call this, their demand kootan vendi, they will just advertise. Almost 60-70% of jobs are not real. So
it's very important to see which is genuine and which is not genuine. And God only can lead you to that. Okay. Then after നമ്മൾ വിചാരിക്കും, okay, this is a real job. Maybe അവർ already select ചെയ്ത് കാണും. Okay. And then they're just applying it so that they can cover it up, their process. And that's not real, unfortunately. So that's how it is. So what I suggest is, aim is not to just apply, build network. Okay. Your presence should be seen through LinkedIn, and so keep your networking on LinkedIn. Okay. People, and there are so many other platforms as well, Facebook, Twitter, and all other people should see ee vyakti aara, what is his role, what is his job. People observe, ellarum nokkum. Okay. So it's important your presence is being aware. So be active. എവിടാണെങ്കിലും ലിങ്ക്ഡിനിലോ എവിടെങ്കിലും ആണെങ്കിലും you be active. Okay. So that is very important, because then genuine people will contact you. Right. കുറെ നമ്മളിങ്ങനെ അപ്ലൈ ചെയ്തിട്ട് വെയിറ്റ് ചെയ്യുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ may not happen sometimes. Okay. And then you get discouraged and you get disappointed. And then you will have that question, God, deva ende പ്രാർത്ഥന കേൾക്കുന്നില്ല. No. God wants you to be smarter. Okay. There is one verse which always reminds me is, and this is the only place where God has given little recognition for the snake. Okay. Where it says that you have to be shrewd like a serpent. Okay. And gentle as a dove. Gentle as a dove, shrewd as a serpent. അതായത് നമ്മൾ എവിടെ സ്മാർട്ട് ആവേണ്ടത്, we have to be smart. All right. So ask God for wisdom. ദൈവത്തിനോട് സംസാരിക്കുക. You tell him that God, give me wisdom. എങ്ങനെ അപ്ലൈ ചെയ്യുക, ആരെയുടെ അപ്ലൈ ചെയ്യുക, all that thing. So it's very important to know that. So build your network. That's what I would say. And with that, my session gets over. ഈ സെഷന് വോട്ട് ഓഫ് താങ്ക്സിനായി ശ്രീ സാജൻ തോമസിനെ ക്ഷണിച്ചോളൂ. എല്ലാവർക്കും നമസ്കാരം. ആദ്യമായി തന്നെ ഇന്നത്തെ യുവജന പ്രസ്ഥാനത്തിന്റെ ഒരു റെഗുലർ മീറ്റിംഗ്, അല്ലെങ്കിൽ നമ്മൾ വെള്ളിയാഴ്ചകളിൽ കൂടുന്ന ഒരു മീറ്റിങ്ങിൽ ഇതുപോലൊരു ക്ലാസ് നടത്തുവാനായിട്ട് യൂണിറ്റ് കമ്മിറ്റിക്ക് തീരുമാനം ഉണ്ടാകുകയും അതിന് ഉചിതമായ ഒരു റിസോഴ്സ് പേഴ്സണെ നമുക്ക് ലഭിക്കുകയും ചെയ്തു. അത് എനിക്ക് പ്രത്യേകിച്ച് എടുത്തു പറയാനുള്ള ഡോക്ടർ എബ്രഹാം കുര്യൻ സാറിന്റെ ഒരു കാര്യം, നമ്മുടെ പ്രസിഡന്റ് അച്ഛനും വൈസ് പ്രസിഡന്റും എവിടെ നിർത്തിയോ അവിടെ നിന്ന് തുടങ്ങി ഒരു ക്ലാസ്സിലേക്ക് പോകുന്ന ഒരു ഫീലാണ് എനിക്ക് ഉണ്ടായത്. അത് ബൈബിൾ അടിസ്ഥാനമാക്കിയായാലും അത് ഏത് കാര്യത്തിലായാലും. അതാണ് നമ്മൾ ജോബ് സീക്കേഴ്സ് ആയ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് ഞാൻ ഫസ്റ്റിലെ നോട്ട് ചെയ്തൊരു കാര്യമാണ്. കാരണം നമ്മളൊരു ഇന്റർവ്യൂറിന് മുമ്പിൽ ചെന്നിരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു റിക്രൂട്ടറിന് മുമ്പിൽ ചെന്നൊരു ഇന്റർവ്യൂറായിട്ട് നമ്മൾ ഇരിക്കുമ്പോൾ, അവരുടെ മൈൻഡ് റീഡ് ചെയ്ത് നമ്മൾ സംസാരിക്കുന്ന ഒരു സിറ്റുവേഷനിലേക്ക് എത്തുക. അതാണ് ഒരു പേഴ്സണലി വേണ്ട ഒരു ക്വാളിറ്റി. അതെനിക്ക് ഫസ്റ്റിലെ തന്നെ മനസ്സിലായി. കൂടാതെ അതോടൊപ്പം തന്നെ ഒരു വിഷൻ, അബ്രഹാമിന്റെ കാലം തൊട്ട് നമുക്കൊരു വിഷൻ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നെന്ന്, ഒരു ഡ്രീം ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ജോബിലേക്ക് എത്താമുള്ള ക്ലാസിന്റെ ഒരു ഓപ്പണിങ്ങും പിന്നെ CV-യുടെ മേക്കിങ്ങും എല്ലാം കൊണ്ടും വളരെയധികം ഐ തിങ്ക് മോർ ദാൻ 135 persons ആണ് അറ്റ് എ ടൈം സാറിനെ വളരെ മൗനമായിട്ട് കേട്ടുകൊണ്ടിരുന്നത്. നമുക്ക് വളരെ നല്ലൊരു റിസോഴ്സ് ആണ് സാറ് ഈ ഒരു മീറ്റിംഗിൽ കടന്നു വരികയും ഇത്രയും ജോബ് സീക്കേഴ്സിനും അതോടൊപ്പം നമ്മുടെ മെമ്പേഴ്സിനും എല്ലാം വളരെ ഉപകാരപ്രദമായ, അതും വേദപുസ്തക അടിസ്ഥാനത്തിൽ വളരെ മധുരമായ ശബ്ദത്തോടു കൂടി ഒരു HR-ന് വേണ്ടതായിട്ടുള്ള എല്ലാ പൊളൈറ്റ്നെസ്സും കീപ്പ് ചെയ്തുകൊണ്ട് സുന്ദരമായ ചിരിയിലൂടെയും സാറ് ഞങ്ങൾക്ക് വളരെയധികം ക്ലാസ് നൽകി. സാറിനോടുള്ള നന്ദിയും സ്നേഹവും ഈ അവസരത്തിൽ ദുബായ് യുവന പ്രസ്ഥാനത്തിന്റെ പേരിൽ അറിയിച്ചു കൊള്ളുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ യുവന പ്രസ്ഥാനത്തിന്റെ പ്രസിഡന്റ് ആയിരിക്കുന്ന ബിനീഷ് ബാബു അച്ഛനും സഹവികാരിയായിരിക്കുന്ന നമ്മുടെ സിബു തോമസ് അച്ഛനോടും വൈസ് പ്രസിഡന്റ് ശ്രീ കുര്യൻ വർഗീസ്, ബേസിൽ ജോൺ, അതുപോലെ മറ്റ് ഓഫീസ് ബിയറേഴ്സ്, നമ്മുടെ മാനേജിംഗ് കമ്മിറ്റി എല്ലാവരോടുമുള്ള നന്ദി ഈ അവസരത്തിൽ. ആരുടെയും പേരെടുത്ത് പറയുന്നില്ല, എങ്കിലും തന്നെയും എല്ലാവരോടും ഈ ഒരു പ്രോഗ്രാം ഇത്രയും 130+ ആൾക്കാരെ കൊണ്ടുവരിക എന്നുള്ളതൊരു ചെറിയൊരു ഷോർട്ട് പീരീഡിൽ നടക്കാവുന്ന ഒരു കാര്യമല്ല. അത് നടത്തിയെടുത്ത എല്ലാ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളോടും, അതോടൊപ്പം തന്നെ ഈ ജോബ് സെല്ലിന്റെ ഒരു ഗ്രൂപ്പ് ഇതിനകത്ത് പ്രവർത്തിക്കുന്നത് ദുബായ് യുവന പ്രസ്ഥാനത്തെ സംബന്ധിച്ച് വളരെ സുദൃഢമായി പ്രവർത്തിക്കുന്ന ഒരു ഗ്രൂപ്പാണ് ഈ ജോബ് സെൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ആ ഗ്രൂപ്പിന് നേതൃത്വം നൽകുന്ന നമ്മുടെ ജോൺകുട്ടിച്ചാൻ ത്രൂ ആണ് ഡോക്ടർ എബ്രഹാം കുര്യൻ സാറിനെ നമുക്ക് ഈ ഒരു അവസരത്തിൽ കിട്ടിയത്. അതിന്റെ കൺവീനറായിട്ട് പ്രവർത്തിക്കുന്ന ശ്രീ ജോൺകുട്ടി ഇടുക്കളയോടും, അതിന്റെ കോർഡിനേറ്റർ ഇന്ന് അദ്ദേഹം എത്തിയിട്ടില്ല, എല്ലാ കാര്യങ്ങളിലും കൺവീനറോടൊപ്പം തന്നെ പ്രവർത്തിക്കുന്ന ഒരു കോർഡിനേറ്ററാണ് ശ്രീ മനോജ് തോമസ്. ഇന്ന് എന്തൊക്കെയോ അസൗകര്യം കാരണം
മനോജ് സാറിന് വരാൻ പറ്റിയില്ല. ആ ഒരു അവസരത്തിലാണ് വോട്ട് ഓഫ് താങ്ക്സ് എനിക്ക് പറയാനൊരു അവസരം കിട്ടിയത്. മനോജ് തോമസ് സാറിനോടുമുള്ള നന്ദിയും ജോൺകുട്ടി ഇടിക്കുളയോടുള്ള നന്ദിയും സ്നേഹ അവസരത്തിൽ ഇതിനോട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ ഇതിന്റെ അംഗങ്ങളോടും, ജോബ് സെല്ലിലെ അംഗങ്ങളോടും, അതോടൊപ്പം തന്നെ വിവിധ ദേവാലയങ്ങളിൽ നിന്നും സോണൽ തലത്തിൽ നിന്നും നാട്ടിൽ നിന്നും ഒക്കെ ആൾക്കാർ ജോയിൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ചോദിച്ച എല്ലാവരോടും, ഇതിലെ OCYM യൂണിറ്റ് മെമ്പേഴ്സിനോടും, ഇതിന്റെ പള്ളിയുടെ ത്രൂ പ്രാർത്ഥന യോഗങ്ങളിലും അങ്ങനെയുള്ള എല്ലാ വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്കും എത്തിച്ച അതിന്റെ സെക്രട്ടറി, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ എല്ലാവരോടുമുള്ള നന്ദി ഈ അവസരത്തിൽ പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം.